ഓം നമഃ ശിവായ. ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ജലധാര. ക്ഷിപ്രകോപിയും സംഹാരത്തിൻ്റെ മൂർത്തിമത് ഭാവവുമായ ശിവനെ ധാരയായി ഇടമുറിയാതെ നിർത്താതെ ധാരാളം ജലം ശിരസിലൊഴിച്ച് തണുപ്പിക്കുന്ന ചടങ്ങാണ് ധാരയെന്ന് വളരെ ലളിതമായി പറയാം. ശിവനെ വളരെ മുൻകോപിയായാണ് പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും ശിവൻ സംഹാരത്തിൻ്റെയും മൂർത്തിമാരായി സങ്കല്പിക്കുന്നു. ശിവൻ്റെ മൂന്നാം കണ്ണിലെ അഗ്നി ലോകത്തെ മുഴുവൻ തന്നെ നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. ലോകം അവസാനിക്കേണ്ട കാലത്ത് സംഹാര സ്വരൂപിയായിരിക്കുന്ന ശിവൻ തന്നെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയും സംഹരിക്കുന്നത് എന്ന് പറയുന്നു. ഒരിക്കൽ തൻ്റെ മനസ്സിലേക്ക് ഭൗതിക ചിന്തകളുടെ കാമാസക്തിയെ ഉണർത്തിവിടുവാൻ പുഷ്പശരം ഉപയോഗിച്ച കാമദേവനെ പോലും ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്രകാരം കോപിഷ്ഠനായിരിക്കുന്ന ശിവനെ ധാര എന്ന് പറയുന്ന ചടങ്ങിലൂടെ നിരന്തരം ജലാഭിഷേകം ചെയ്ത് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൈദികമായ ധാരാളം മന്ത്രങ്ങൾ ധാര എന്ന ചടങ്ങിൽ ജപത്തിനായി ഉപയോഗിക്കുന്നു. സപ്തശുദ്ധി, വേദാദി, ശ്രീരുദ്രമന്ത്രം, ചമകം, രുദ്രസൂക്തങ്ങൾ, പുരുഷസൂക്തങ്ങൾ, ഭാഗ്യസൂക്തങ്ങൾ, ആയുസൂക്തങ്ങൾ, സംവാദ സൂക്തങ്ങൾ, വേദാവസാനം എന്നിവയാണ് ധാരാസമയത്ത് ജപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ശിവഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ധാരപാത്രത്തിൻ്റെ സുഷിരത്തിലൂടെ ദർഭപ്പുല്ല് ഇറക്കി ആ ദർഭപ്പുല്ലിൻ്റെ തുമ്പിലൂടെ തുള്ളി തുള്ളിയായി ഭഗവാന്റെ ശിരസിലേക്ക് ജലം ഭവിക്കുന്നു.